ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹാഫ് ഷിമ്മിയാണ് വെട്ടാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് അടിക്കാം. കുഞ്ഞു കുട്ടികളെ ഷിമ്മിക്ക് അടിക്കുന്നതിനും നമുക്ക് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്നതാണ് ഹാഫ് ഷിമ്മി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു തുണീനെ ഇതുപോലെ രണ്ടാക്കി മടക്കാം. അതിനുശേഷം വീണ്ടും മടക്കാം. അതായത് ഒരു തുണീനെ ശരിക്കും ഒരു നാലാക്കി മടക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ അതിനെയാണ് കേട്ടോ നമ്മൾ അളവെടുക്കുന്നത്. കഴുത്തിൻ്റെ വണ്ണം കഴുത്തിൻ്റെ വണ്ണം 2.5 സെൻറ്റിമീറ്റർ, കഴുത്തിൻ്റെ ഇറക്ക് 5.5 സെൻറ്റിമീറ്റർ, കൈ 2 സെൻറ്റിമീറ്റർ, കഴുത്തിൻ്റെ ഇറക്ക് 5.5ക്ക് ഇങ്ങനെ 2.5 വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. 5.5 വരച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് യോജിപ്പിക്കുക. അങ്ങനെ 2.5 വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ ഇങ്ങനെ അളവ് ഇങ്ങനെ വെച്ചുള്ള അളവിൽ നിന്ന് കൈക്കുഴിയിലേക്ക് വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ട് വരയ്ക്കുക. അവിടുന്ന് 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഇതിനോടുകൂടി ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൈക്കുഴിതായിട്ട് ഇങ്ങനെ ആക്കുക. കഴുത്തിൻ്റെ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് കുത്തും. അതിൻ്റെ കഴുത്ത് വന്ന് ഇങ്ങനെ കൊണ്ടിട്ട് എടുത്തുകൊണ്ട് വരയ്ക്കണം. കഴുത്ത്, കൈക്കുഴി, നമ്മൾ വെട്ടി മാറ്റിയതിന് ശേഷം ഇതൊന്ന് നിവർത്തി നോക്കിയാൽ ഇതുപോലെ ഷിമ്മിയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഇനി ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടൽ കഴിയും. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് തന്നെ 2 ഷോൾഡർ, അതായത് നമുക്ക് മുകളിലെ 2 ഭാഗവും കൂട്ടിയടിക്കുക. അതിന് ശേഷം കൈക്കുഴിയുടെ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കിയടിക്കണം. ഒരു മടക്കി വീണ്ടും ഒരു മടക്കിയിട്ട് ചെറുതാക്കി അതിൻ്റെ മേലേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ 4 ഭാഗം, അതായത് ഒരു തുണിയിൽ തന്നെ 2 സൈഡ് അടിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ 2 പീസായിട്ടില്ല നമുക്ക് കിട്ടുക. ആ 2 പീസിൻ്റെയും 2 സൈഡ് വെച്ച് ഫുള്ളായിട്ട് മടക്കി അടിക്കുക കേട്ടോ കൈക്കുഴിയുടെ ഭാഗം. പിന്നെ നമുക്ക് കഴുത്തടിക്കാനുണ്ട്. കഴുത്തും അതുപോലെ തന്നെ മടക്കി അടിക്കണം. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ തന്നെ. അപ്പോൾ അതുപോലെ നിങ്ങളും കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയൊക്കെ ഒന്ന് മടക്കി അടിക്കുക. കഴുത്തടിക്കണം
കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തൊക്കെ മടക്കി അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് രണ്ട് സൈഡും എന്ത് ചെയ്യണം, കൂട്ടിയടിക്കണം. എന്ത് ചെയ്യും, നമ്മൾ ഇതൊക്കെ മടക്കിയിട്ട് നിവർത്തിയിട്ടിട്ട് ഇതാ മറച്ചിട്ടിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. മറച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ ആ രണ്ട് സൈഡും ഫുള്ളും അടിക്കരുത്, അടിയിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഇടണം നമുക്കൊന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ഏകദേശം ഒരു ഷേപ്പ് വെച്ചിട്ട് നേരെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാൻ പറ്റുന്ന കേട്ടോ ഹാഫ് ഷിമ്മൊക്കെ. വീട്ടിലുള്ളവർക്ക് മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തുന്നിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ അടിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫുള്ള് യോജിപ്പിക്കരുത്, ചെറിയൊരു ഗ്യാപ്പായിട്ട് സൈഡിലേക്ക് ഇങ്ങോട്ട് കൊടുക്കുക. കണ്ടോ, അത്ര അടിച്ചാൽ മതി കേട്ടോ. ബാക്കി നമ്മൾക്ക് മടക്കി അടിക്കേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനിതുപോലെ നമ്മൾ രണ്ട് സൈഡും അടിക്കാം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് താഴത്തെ ഭാഗം മടക്കി അടിക്കുക. ഇതുപോലെ തന്നെ ഏറ്റവും താഴെ അടിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം അടിക്കുക. അതിന് ശേഷം വേണം നമ്മൾ നേരത്തെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായില്ലേ അതടിക്കാനായിട്ട്. അങ്ങനെ താഴത്തെ ഭാഗം അടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഒരു ഗ്യാപ്പ് ഇട്ട ഭാഗം ഇതുപോലെ മടക്കുക. അതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ട് അടിക്കുക കേട്ടോ. ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ അടിക്കണം. അവിടെ ഒരു ലോക്ക് ഇടണം. ഇതൊന്ന് പൊക്കിയിട്ട് ഒന്ന് ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നൂലൊന്നും വഴിയില്ല. ഇനി നമുക്ക് വെട്ടിയിട്ട് അപ്പുറത്തെ സൈഡ് ഇതുപോലെ അടിക്കാം. കണ്ടോ, ഫിനിഷ് ആയതുണ്ട് അവിടെ. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ടുള്ളൂ, ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ 4 സൈഡും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷിമ്മി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്ച്ച് നോക്കാം. മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.